ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ റമദാൻ്റെ ഡേ 1 കുറച്ച് വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ഞാനിവിടെ ചിക്കൻ കുറുമയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴന്നു വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ പച്ചമണമൊക്കെ പോകാനായിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴന്നു വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളകിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെയൊക്കെ ഒരു പച്ചമണം പോകാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് പച്ചമണമൊക്കെ പോയി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയും കാഷ്യൂനട്ടും കുറച്ച് വലിയ ജീരകം ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം. ഒരു 2 സ്പൂൺ തേങ്ങയും ഒരു 10 കാഷ്യൂനട്ടുമാണ് ഇത് പേസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒന്ന് ഈ ജാറ് കഴുകിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് മല്ലിയിലയും ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കറി റെഡി ആയിട്ടുണ്ട്. ഇനി സമൂസ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് വഴന്നു വന്നാൽ അതിലേക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള ചിക്കൻ ബ്രസ്റ്റും കുറച്ച് പച്ചമുളകും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഈ ചിക്കൻ ബ്രസ്റ്റ് ഒന്ന് കുക്കാക്കിയെടുക്കാം. നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിച്ചു പോവും. അതിലേക്ക് ആവശ്യത്തിന് എരിവ് അനുസരിച്ചിട്ട് കുരുമുളകിൻ്റെ പൊടിയോ പച്ചമുളകോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1 സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോകാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് പാല് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഒറിഗാനോ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവ് അനുസരിച്ചിട്ട് കുരുമുളകിൻ്റെ പൊടിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്തിട്ട് മല്ലിയിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ സമൂസ റെഡിയാക്കി എടുക്കാം. തണുത്ത് വരുന്ന നേരത്ത് ചപ്പാത്തിയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട്സും ഡേറ്റ്സും കുറച്ച് ജ്യൂസൊക്കെ റെഡിയാക്കി. ഇത് ഗ്രേപ്സിൻ്റെ ജ്യൂസും കുറച്ച് റൂഹബ്സയുടെ ജ്യൂസുമാണ് ഉള്ളത്. സമൂസയുടെ ഷീറ്റ് കുറച്ച് മുമ്പേ തന്നെ പുറത്തെടുത്ത് വെച്ചിട്ട് അതിന് തണുപ്പൊക്കെ പോയി വന്നിട്ടുണ്ട്. ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി സമൂസ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു 1.5 സ്പൂണൊക്കെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇനി ഇത് ഫോൾഡ് ചെയ്തിട്ട് മൈദയുടെ പേസ്റ്റ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഓയിലിൽ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. കുറച്ച് എയർ ഫ്രയറിലും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. സമൂസ എയർ ഫ്രയറിൽ ഒരു 200 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് ഇതുപോലെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്തെടുക്കുന്നത്. ഒരു 6 മിനിറ്റൊക്കെ കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. കുറച്ച് സമൂസ അല്ലാതെ ഓയിലിലൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എയർ ഫ്രയറിൽ ചെയ്തത് കുറച്ച് കളർ കുറവാണെന്നേ ഉള്ളൂ. നല്ല ക്രിസ്പി ആയിട്ട് നന്നായിട്ട് തന്നെ കിട്ടും. ഓയിൽ കുറച്ച് മാത്രം യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.